ഈ മാസത്തെ പറ്റി തീർത്തു തരാൻ അച്ഛനോട് പറഞ്ഞു കേട്ടോ. ഗോപാലേട്ടാ, അമ്മ വരുമ്പോ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. കാശ് ഞാൻ വൈകിട്ട് വരുമ്പോ തരാം. തരാനേ? അതല്ലടാ, നീ എന്തായിരുന്നു രണ്ടു കാലില്? രണ്ടു കാലിലൊക്കെ ഒന്ന് നടന്ന് പഠിക്കട്ടെ എന്റെ ഗോപാലേട്ടാ. അമ്മേ, ഇന്നെന്താ ഷാപ്പ് മുടക്കാണോ? ഏയ് മുടക്കില്ലല്ലോ. പിന്നെന്താ ഇങ്ങനെ വിശ്വരൂപം കാട്ടാണ്ട്? വയ്യാണ്ടായി, ഇപ്പൊ വൈകിട്ട് മാത്രമേ ഉള്ളൂ. എന്താ എന്നെ കണ്ടപ്പോ ചുരുണ്ടുകൂടിയ പോലെ? ഏയ്, എനിക്ക് കുറച്ച് കണക്ക് നോക്കണ്ടായിരുന്നു. ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് അക്കൗണ്ട്സ് ഉണ്ടോ ഈ കടയ്ക്ക്? കടാണ്, കംപ്ലീറ്റ് കടം പോയിരിക്കുക. കുട്ടി കോളേജിൽ പോക്കില്ലേ? ഞാൻ ആഴ്ചയിൽ 2-3 ദിവസമേ പോവാറുള്ളൂ. ആദ്യമായിട്ട് കടയിൽ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞില്ല. ചായ ചായ ചായോ അതോ കാപ്പിയോ? ഇഷ്ടമുള്ളത്. കാപ്പി. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല. ഈ റോസിനൊക്കെ എന്ത് വള ഇടുക? രാധ പറയണു ആട്ടുംകാട്ടാ നല്ലതെന്ന്. ആട്ടുംകാട്ടം വളരെ ഗോപാലേട്ടൻ കണ്ടിട്ടില്ലേ? എന്ത് ആട്ടുംകാട്ടോ? അല്ല, നമ്മുടെ മേനോ സാറിന്റെ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് പത്രം ഒന്ന് വേണം. പത്രം? കൊള്ളാം കൊള്ളാം. ഗോപാലേട്ടൻ എനിക്ക് ഇല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്താ മൂപ്പര് പറഞ്ഞേ? ഒന്നുമില്ല. ഗോപാലേട്ടൻ അറിയില്ലേ? നമ്മുടെ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. എന്നിട്ട് വളം ഞാൻ പറഞ്ഞുതരാം. വരണം. ഞാൻ കുറെ ചെടിക്കമ്പോളൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പോയിക്കോളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ പോയിക്കോളൂ. കാപ്പി? കാപ്പി കാപ്പി വരാൻ 1 മണിക്കൂറാവും. സമയമില്ല. എന്നെ അവോയ്ഡ് ചെയ്യാണോ? എന്തിന്? ഓക്കെ. വൈകിട്ട് വീട്ടിൽ വന്നില്ലെങ്കിലേ മൂക്ക് ഞാൻ ചെത്തും. സുധാരേട്ടോ, സുനല്ലേ? തെമ്മാടി തരത്തിന്റെ രാത്രിണ്ട്. ചെമ്മാടി തരൂ. അത് ഞാനെന്താ ചെയ്തത് സുധാരേട്ടാ? എടാ, ഒരു പെൺകുട്ടിക്ക് ഇവിടെ വരാൻ പറ്റില്ലേ? ഇതൊരു വ്യാപാര സ്ഥാപന, പലരും വരും. അതിനെ കളിയാക്കേ? അയ്യോ, സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ല സുധാരേട്ടാ. പോടാ പോടാ, എനിക്ക് അറിഞ്ഞൂടെ. നീ പോ. വെറുതെ വേണ്ടാത്ത കാര്യത്തിനാ വർത്താനം ഉണ്ടാക്കണേ. പിന്നെ അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? കേട്ടു. കളിയാക്കിയതാണ് നിന്റെ തോന്നല. ഇത് കളിയല്ല കുട്ടാ. തുടങ്ങി. എനിക്ക് എന്നെ ദേഷ്യം പറ്റൂട്ടോ. നീ ആ പെൺകുട്ടിയുടെ കണ്ണി നോക്കിയോ? നോക്കി. എന്താ? എന്നിട്ടൊന്നും കണ്ടില്ല. ശരിയല്ല, അത്ര ശരിയല്ല. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? 8 പൊട്ടും തിരിയാത്തൊരു കുട്ടി വെറുതെ തോന്നിയാസം പറയരുത്. ഇതേ അമേരിക്കയിൽ ലണ്ടനൊന്നും അല്ലാട്ടാ. എന്താ പറയാനെന്ന് വെച്ചാ പറയൂ. അല്ലേ, കുട്ടി അമേരിക്കയിൽ ജനിച്ചു വളർന്നതാ. ഇതൊരു തനി നാട്ടിൻപറ. ഇവിടെ നാട്ടുകാരെ പേടിക്കണം. അതെന്തിനാ അത്ര ഭയങ്കരന്മാരാ? അതെ, നമ്മുടെ മനസ്സിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നാട്ടുകാർ അതൊക്കെ പറഞ്ഞുണ്ടാക്കും. ഞാനൊരു പുരുഷനാ, എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഇത്രേ വരാൻ പോണുള്ളൂ. കുട്ടിക്ക് അങ്ങനെയല്ല. ഒരു ചീത്തപ്പേരുണ്ടായാല് ജീവിതകാലം മുഴുവൻ ഒരു കളങ്കാവും. ഇങ്ങനെയൊക്കെ പറയാനിപ്പോ എന്താ ഉണ്ടായേ? കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ പറഞ്ഞത് ശരിയല്ല. അവിടെ ഗോപാലനൊക്കെ അത് തന്നെ പറഞ്ഞെന്നെ കളിയാക്കണം. കളിയാക്ക്? എന്തു പറഞ്ഞു? പറയൂ. നമ്മൾ തമ്മിൽ അടുപ്പാണെന്ന്. അടുപ്പത്തിലാണല്ലോ അല്ലേ? അതെ. അവര് പറയണത് കുട്ടിക്ക് എന്നോട് ഇഷ്ടാണെന്നാ. എന്നുവെച്ചാ പ്രേമം അല്ലേ? അവർക്കത് എത്ര പെട്ടെന്ന് മനസ്സിലായി? എന്താ നമുക്കത് മനസ്സിലാവാത്തെ? ഒരു പെൺകുട്ടി ഒരാളെ ഇഷ്ടപ്പെടുന്നത് ലോകത്തെ ആദ്യത്തെ സംഭവ. എനിക്കിഷ്ടാണ്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. കുട്ടി എന്തായി പറയണേ? എനിക്ക് മനസ്സിലാവില്ല.
തമാശയാണോ അല്ലെങ്കിൽ സത്യം. റിയലി ഐ ലവ് യു. എന്ത് വിവരമില്ലായ്മയാണ് ഈ കുട്ടി? ഇതുപോലെ ഞാനൊരാളെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ കണ്ടുമുട്ടിയിട്ടുമില്ല. ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ട് എനിക്ക്. ആരുമില്ല എനിക്ക്. ഞാൻ പറയണത് കുട്ടി ഇങ്ങനെയൊക്കെ പ്ലീസ്, എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടം നിങ്ങളെ. മതി, സുന്ദരനായിട്ടുണ്ട്. കുട്ടി എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ? വന്നാലെന്താ? കുട്ടി ആളെ കൊണ്ട് പറയിപ്പിച്ചടങ്ങും. എനിക്ക് പേടിയില്ല. എന്നാ കാപ്പി. സുമയോ? എന്താ സുമ എന്നാലും ഇറങ്ങൂ. ഞാൻ വരുമ്പോ സുമ കാപ്പി എടുക്കണു. മണിക്കുട്ടി നല്ല കരച്ചില്. എന്നോട് ഏട്ടനീ കാപ്പി കൊടുക്കാമോ എന്ന് ചോദിച്ചു. കൊടുക്കാന്ന് പറഞ്ഞു. അല്ലാതെ അവകാശം സ്ഥാപിക്കാൻ വന്നൊന്നല്ല എന്റെ പൊന്നെ. അവർക്കൊക്കെ സംശയം തോന്നിയാ പിന്നെ ജീവിക്കണ്ട. എന്നാ മരിക്കേണ്ട സമയം കഴിഞ്ഞു. എന്താ സംശയമുണ്ടോ? അവർക്ക് സംശയേ ഇല്ല. ശരിക്കും അറിയാം എന്ത്? നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന്. എന്റെ ഈശ്വര, ഞാൻ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞിരുന്നോ? ആളുകളെ കൊണ്ട് പറയിക്കാതെ വേഗം എന്നെ കെട്ടണം. എന്നിട്ട് കുറെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ സുഖമായിട്ട് ഇവിടെ താമസിക്കും. ഓ വയ്യ. കുറെ ദിവസമായിട്ട് മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നെഞ്ചിനുള്ളിൽ ഒരു ബോംബ് വെച്ച പോലെയാ, അറിയോ? അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ അങ്ങോട്ട് മറന്നേക്ക്. അതും ഇപ്പൊ പറ്റണില്ലല്ലോ. മാണിക്യം വിഴിയ പോലെയാ. ദഹിക്കണമില്ല, പുറത്തേക്കോട്ട് പോണമില്ല. എന്നാ ഉള്ളിൽ നല്ല പ്രകാശം ഉണ്ട് താനും. ഓഹോ, അപ്പോ നമ്മളാണ് ഈ മാണിക്യം വിഴിഞ്ഞ കണാരൻ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. കുട്ടി എന്ത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ? ഈ ഞൊണ്ടിക്കാല്, ഈ മൊശടത്തരം, പിന്നെ ഈ കൗമാരപ്രായം, വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ഒരു ചക്കട സൈക്കിള്. പരിഹസിക്കണ്ട. പിണങ്ങിയോ? ദാ നോക്കൂ, ഒരു വലിയ പൂമരം നിറയെ പൂത്ത് നിൽക്കാണ്. ഈ മനസ്സ്, ആ മരത്തിന് തണലില് എന്താ സുഖമെന്നറിയോ? ഒരല്ലലും അറിയില്ല, വിഷമം അറിയില്ല. എനിക്കത് മതി. എന്റെ ഭാഗ്യം. സുധാരാ, സുമ പോയിക്കോട്ടേന്ന്. ഇറങ്ങി. അവളെവിടെ? മർത്തക്കുണ്ട്. എന്താ മോളിന്ന് പഠിക്കാൻ പോണില്ലേ? എന്താ അമ്മയ്ക്ക് കൂട്ടുവേണമെന്നുണ്ടോ? ഞാൻ റെഡി.